ഉണ്ടോ ഈ ശബ്ദം കേട്ടോ? ഇതാണ് മൂത്ത ചക്കയുടെ ശബ്ദം. അതേസമയം പഴുത്ത ചക്കയ്ക്ക് വേറൊരു ശബ്ദമാണ്. ഇപ്പം നമ്മൾ കുട്ടിക്കാലങ്ങളിലൊക്കെ വലിയ പ്ലാവിൻ്റെ പൊക്കത്തുള്ള ചക്ക എങ്ങനെയാണ് പഴമാണെന്ന് കണ്ടുപിടിക്കുന്നത്? കയറി ഇപ്പോൾ ചെക്ക് ചെയ്യാൻ പറ്റും. ഇതിങ്ങനെ തുറന്ന് നോക്കാം. നല്ല മൂർച്ചയുള്ള കത്തിക്ക് ഇതിവിടെ ഇങ്ങനെ തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ചുളയെടുത്ത് അല്പം രുചിച്ച് നോക്കിയാൽ അത് മൂത്താണോ ഇല്ലയോ എന്നറിയാൻ പറ്റും. അപ്പോൾ ഇതൊരു മൂത്ത ചക്കയാണ്. അപ്പോൾ അന്നൊന്നും ഇങ്ങനെ ചക്ക മൂത്ത് നമുക്ക് പറിച്ചിട്ടിട്ട് അറിയാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ അതറിയാൻ വേണ്ടി ഞങ്ങൾക്ക് ചെറിയൊരു ടെക്നിക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ താഴെ നിന്ന് എത്ര ഉയരമുള്ള പ്ലാവാണെങ്കിലും നല്ല കല്ലെടുത്ത് ഒരൊറ്റ എറിയാണ്. അപ്പോൾ ചെവി വട്ടം പിടിച്ച് നിന്നിട്ടാണ് എറിയുന്നത്. അപ്പോൾ എറിയുമ്പോൾ ഈ പ്ലാവിൽ ചെന്ന് ഈ ചക്കക്കിട്ടിങ്ങനെ കല്ല് കൊള്ളുമ്പോൾ ആ ഒരു ശബ്ദത്തിൽ നമ്മൾ ആ ചക്ക പഴുത്തതാണോ പച്ചയാണോ എന്ന് തിരിച്ചറിയുമായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് കിട്ടിയൊരു വലിയ ചക്കയാണ്. അപ്പോൾ അത് ഒന്ന് പുഴുങ്ങണം. ഇന്ന് പുഴുങ്ങുന്നില്ല, അടുത്ത ദിവസം നല്ല പോത്തുകറിയോ കോഴിക്കറിയോ എന്തേലും സെറ്റപ്പ് ആക്കിയിട്ടൊന്ന് റെഡിയാക്കണം. പന്നിയായാലും അടിപൊളിയാണ്. നേരെ നല്ല എന്നാലാണൊന്ന് മെരുക്കി കിടക്കും. അങ്ങനെ സൂത്രവിദ്യകൾ പലതുണ്ട്. പല അറിവിനായിട്ട് പലതരത്തിൽ നാടൻ മനുഷ്യരുടെ കയ്യിൽ ഒരുപാട് അറിവുകളെന്ന് പറഞ്ഞാൽ പിടയ്ക്കുന്ന ചടുപട പിടയ്ക്കുന്ന അറിവുകൾ. ഇതാ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കൂട്ടുകാരുടെ മുമ്പിലേക്ക് ഞാൻ എത്തുകയാണ്. അപ്പോൾ സമയം 4 മണിയാകാറായി. എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ ഈവനിങ് സ്നാക്സ് എന്ന് പറയാം, അതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള എല്ലാ ഐറ്റവും ചേർക്കാം. അപ്പം ഞാനിപ്പോൾ ചേർത്തത് സവോളയാണ്. അതിലേക്ക് ഉഴുന്നും കൂടി ചേർത്തിട്ടുണ്ട്. ഒരു പിടി ഉഴുന്ന് പരിപ്പ്. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഈവനിങ് സ്നാക്സായിട്ടും ചായക്കൊപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ഇതിലേക്ക് നമുക്ക് എന്തൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുമോ, വെജിറ്റബിളായിട്ടോ അല്ലെങ്കിൽ നട്ട്സായിട്ടോ അങ്ങനെ എന്തൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ വീട്ടിലുണ്ടാക്കുമ്പോൾ വീട്ടുകാർക്ക് കഴിക്കാൻ ഇഷ്ടമുള്ള, കുട്ടികൾക്ക് കഴിക്കാൻ ഇഷ്ടമുള്ള എന്തൊക്കെ ഐറ്റം ചേർക്കാവോ അതൊക്കെ നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഇപ്പം ഞാനിപ്പോൾ ഈ ഉഴുന്നുപരിപ്പ് ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അപ്പോൾ അതുവരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാം. ചെറിയ തീയിട്ട് കൊടുത്താൽ മതി. ഇനി അടുത്തത് നമുക്ക് ക്യാരറ്റാണ്. ക്യാരറ്റ് പൊടിയായിട്ട് അരിഞ്ഞെടുക്കുക. അപ്പോൾ അതും കൂടി ചേർത്ത് ഇതുപോലെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഒരു 2 പച്ചമുളകും കൂടി വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുക്കുക.
ഇപ്പം നമ്മുടെ കോഴിയൊക്കെ നന്നായിട്ട് ആക്റ്റീവായിട്ട് നിൽക്കുന്നു. കോഴിയുടെ ബിസിനസ്സൊക്കെ നന്നായിട്ട് പോകാൻ തുടങ്ങിയിട്ടുണ്ട്. രാവിലെ ഒരാൾ വന്ന് മേടിക്കാൻ വേണ്ടി, അയാൾ ഞായറാഴ്ച വരാമെന്ന് പറഞ്ഞ് ഓരോരുത്തരൊക്കെ വിളിച്ച് ചോദിക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പം നല്ല ഫ്രഷായിട്ടുള്ള കറിവേപ്പിലയാണ്, പാണ്ടിക്കരിയാപ്പിലയല്ല, നമ്മുടെ മുറ്റത്തുണ്ടായ കറിവേപ്പാണ്. അപ്പം നമ്മുടെ മുറ്റത്ത് 2-3 സൈസ് കറിവേപ്പുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കറിവേപ്പ് 2-3 തരമുണ്ട്. അപ്പോൾ അതിൽപ്പെട്ട ഒരു കറിവേപ്പാണ് ഇത്. അതിൻ്റെ മണവും രുചിയും ഇലയുടെ വലിപ്പമൊക്കെ അനുസരിച്ച് വ്യത്യസ്തമായിട്ടുള്ള കറിവേപ്പുകളുണ്ട്. ഹൈ ഡിയർ, ലൈഫ് ടോൺ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാർ, നമ്മുടെ ഷോർട്സുകൾക്കും വീഡിയോകൾക്കും ഒക്കെ തരുന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും അതുപോലെ നന്ദി പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻ്റായിട്ട് താഴെ രേഖപ്പെടുത്തണേ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സിമ്പിളായിട്ട് വേഗത്തിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉപ്പുമാവാണ്. അപ്പോൾ എൻ്റെ ചാനലിനകത്ത് ഉപ്പുമാവിൻ്റെ റെസിപ്പി ഇല്ലയെന്ന് ഒരുപാട് പേര് കമൻ്റായിട്ട് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ഉപ്പുമാവ് ഇപ്പോൾ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഈ ഉപ്പുമാവ് നമ്മൾ ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ട് എന്ത് ഇൻഗ്രീഡിയൻസ് വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ ഞാൻ ഇതിനകത്ത് ചേർത്തിരിക്കുന്ന സവോള, പിന്നെ ഉഴുന്നുപരിപ്പ്, കറിവേപ്പില, പച്ചമുളക്, പിന്നെ ക്യാരറ്റ്, ഇത്രയും അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായിട്ട് എന്തും ചേർക്കാം. നട്ട്സോ മുന്തിരിയോ പരിപ്പുകളോ കടലയോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചേർക്കാം. അപ്പം ഞാനിന്ന് ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ സ്ലോ തീയിൽ നന്നായിട്ടൊന്ന് വഴറ്റി മൂപ്പിച്ചെടുക്കുക എന്നുള്ളതാണ്. ഇതിലേക്ക് ഉപ്പ് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ആവശ്യാനുസരണം ഉപ്പ് പൊടി ചേർക്കാം. അപ്പോൾ ആ ഐറ്റമൊക്കെ ഒന്ന് പെട്ടെന്ന് ഡ്രൈ ആയിട്ട് വഴണ്ടി വരും. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി. അപ്പോൾ ഇത് നമ്മുടെ മുറ്റത്തുണ്ടായ മഞ്ഞൾ ഉണക്കിപ്പൊടിച്ചതാണ്. ജനുവരി മാസത്തിൽ ഉണക്കിപ്പൊടിച്ചെടുത്ത നല്ല നാച്ചുറലായിട്ടുള്ള മഞ്ഞൾപ്പൊടിയാണ്. നല്ല സ്മെല്ലാണ്. സ്മെല്ല് മാത്രമല്ല, മഞ്ഞൾപ്പൊടി ഒറിജിനൽ ആയതുകൊണ്ട് അതിന് നല്ല ഗുണവുമാണ്. ഇത് കണ്ടോ, അന്ന് പൊടിച്ചാൽ ഇത്ര ആയതുള്ളൂ. ഞങ്ങൾ 4 അംഗങ്ങൾ ഇപ്പം 4-5 മാസമായിട്ട് ഉപയോഗിച്ചിട്ട് ഇത്ര ആയതുള്ളൂ. ഇതിന് ഉണ്ടോ നല്ലൊരു മണമാണ്. അപ്പം നമ്മൾ എന്തുമാത്രം വിഷമാണ് ഈ മഞ്ഞൾ പൊടിക്കകത്ത് മേടിച്ച് കഴിക്കുമ്പോൾ ഉള്ളതെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ പൊടി മേടിക്കുമ്പോൾ ഞങ്ങൾക്കിവിടെ ഒരു പാക്കറ്റ് മേടിച്ച് കഴിഞ്ഞാൽ കൂടിപ്പോയ 1 മാസമൊക്കെ ഉള്ളായിരുന്നു. അപ്പോൾ അതിനു മുമ്പ് തന്നെ അത് തീർന്നും പോകും. മണമില്ല, ഗുണമില്ല, രുചിയില്ല, ഒന്നുമില്ല. ചുമ്മാ ഏതാണ്ട് പൊടി അത്ര തന്നെ. ആ പൊടിക്കകത്ത് എന്തൊക്കെയാണ് ചേർക്കുന്നത് ഞാൻ എൻ്റെ ഷോർട്സിനകത്തൂടെ പറഞ്ഞിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവർക്ക് ആ വീഡിയോ പോയി കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് ചേർക്കുന്ന മായം എന്തെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഇപ്പം നമ്മുടെ ഈ കൂട്ട് ഒന്ന് നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി അല്പം തീ അങ്ങ് കൂട്ടി വെച്ചേക്കാം. ഇനിയിപ്പോൾ തീ കൂട്ടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ 1 കിലോ അല്ല 1/2 കിലോ റവയ്ക്ക് വേണ്ടിയിട്ടാണ് 1 ലിറ്റർ വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കൂട്ടുകാർ വിചാരിച്ചാൽ ഇത്രയും വെള്ളത്തിൻ്റെ ആവശ്യമുണ്ടാകുന്നു. അപ്പോൾ ഈ വെള്ളം ഒരു അടുത്ത ആണത്തേക്കും കൂടെ വേണ്ടിയിട്ട് നമ്മൾ ആണിപ്പോൾ റെഡിയാക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് വേഗത്തിൽ അടുത്താണ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മെത്തേഡും കൂടിയാണ് ഇപ്പോൾ നമ്മളിവിടെ പ്രയോഗിക്കുന്നത്.
അപ്പോൾ ഇത് ഫ്രൈഡ് റവയാണ്, 1/2 കിലോ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് പകുതിയേ നമ്മളിപ്പോൾ എടുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ഉപ്പുമാവിൻ്റെ രസക്കൂട്ട് നല്ല തിളയായി വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് തിളച്ച് വരുമ്പോൾ ഒരു പകുതി അങ്ങോട്ട് എടുത്ത് മാറ്റുകയാണ്. അപ്പം നമ്മൾ പകുതി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ മാറ്റി വെക്കുക, ഫ്രീസറിനകത്തേക്ക് വെക്കുകയാണ് തണുത്ത് കഴിയുമ്പോൾ. അപ്പം നമുക്ക് നാളെ ഇത് വേഗത്തിൽ ബാക്കിയുള്ളത് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ അരിച്ചിലും പരിപാടിയൊന്നും അന്നേരം ചെയ്യേണ്ട കാര്യമില്ല. വേഗം എടുത്ത് അങ്ങ് ഇട്ടാൽ മതി, തിളപ്പിച്ച് ചൂടായി കഴിയുമ്പോൾ. അപ്പോൾ അതാണ് ഈ റവ ഉണ്ടാക്കുന്നത് ഫാസ്റ്റായിട്ടുള്ളൊരു ടെക്നിക്ക്. അപ്പോൾ വെള്ളം വെട്ടി തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വെട്ടി തിളച്ച് നിൽക്കുന്ന വെള്ളത്തിലേക്ക് ഇങ്ങനെ നൈസായിട്ട് പൊടി അങ്ങ് ഇട്ട് കൊടുക്കണം. ഒറ്റയടിയിൽ ഇടരുത്. ഇങ്ങനെ നൈസായിട്ട് തൂവി ഇട്ടുകൊണ്ടിരിക്കുന്നതിന് കൂട്ടത്തിൽ തന്നെ നമ്മുടെ തവി കൊണ്ട് ഇളക്കിയും കൊടുക്കണം. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെഡിയാക്കി എടുക്കാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വൈകുന്നേരം ഉണ്ടാക്കാൻ പറ്റുന്ന, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഉപ്പുമാവ്. രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരും ട്രൈ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും ഒക്കെ താഴെ രേഖപ്പെടുത്തുക. മറക്കല്ലേ, മടിക്കല്ലേ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ടെത്താം.